അതെന്താ കാണിച്ചേ? സാർ എന്നോടാ പറഞ്ഞേ ഒരു ഡ്യുവറ്റ് ഒക്കെ നമുക്ക് പാടാന്ന്. അടിയാക്കല്ലേ, നമ്മളിനി സമയമുണ്ടല്ലോ. അമ്മ അടിച്ചോണ്ട് പോയി ഇന്നത്തെ അവസരം. അപ്പൊ അച്ഛനും എനിക്കൂടെ ഒരു ഡിബേറ്റ് പാടണം. കുഴപ്പമുണ്ടോ? ഇല്ലില്ല, പഠിക്കും. അച്ഛന് മൈക്ക് കൊടുക്കും. ചേട്ടാ ഞാൻ കാര്യം മനസ്സിലായി. ചേട്ടാ ഞാൻ ഇത്ര അടിച്ചു പൊക്കിയതാണ്. ഇത് നല്ലൊരു അവസരമാണ്. ടോമിയുടെ കൂടെ ഞാനൊരു യുഗ്മഗാനം പാടി. അത് ഒരിക്കലും അറിയാഞ്ഞിട്ടല്ല. അല്ലല്ല, ചുമ്മാ മൂളിയാ മതി. ഏതെങ്കിലും പാടാറില്ല, അതുകൊണ്ട് മാത്രമാണ്. വീട്ടിലൊക്കെ പാടും, വീട്ടിലൊക്കെ പാടുന്നു. ശ്രുതി അങ്ങ് പാട് ചേട്ടാ. ശ്രുതിയൊന്നും വേണ്ട. എല്ലാരും കൂടെ പാടി. അല്ല, എപ്പോഴും പാടുന്ന പാട്ട് ഏതാ? സാധാരണ മോള് പറ. സാധാരണ ഇത് സന്തോഷം വരുമ്പോ സങ്കടം വരുമ്പോ ഏത് പാട്ടാ പാടും? മോള് പറയടാ. ഏതാ? മരണം എത്തുന്ന അത് വേണ്ട മോളെ. ഞാൻ കേട്ടത് അച്ഛാ വേണ്ട. പാട്ട് വേണ്ട. ഇതാണ് എപ്പോഴും പാടുന്നത്. ഇതെന്തിനാ എപ്പോഴും പാടുന്നേ? എല്ലാരും ചൊല്ലണം, അറിഞ്ഞൂടെ? നല്ല പാട്ട്. എല്ലാരും ചൊല്ലണ്, മോളെ എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്. കല്യാണി നെഞ്ചിലെന്ന്, കല്ലല്ല നെഞ്ചിലെന്ന്. കല്ലല്ല, കുറച്ച് ചരലിന്റെ സൗണ്ടായിരുന്നു. മതി മതി, ഇത്രയും മതി, ഇത്രയും മതി. ആദ്യം പറഞ്ഞു പാടില്ല. രണ്ടുപേർക്കും ആ ജ്ഞാനം ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് കിട്ടും. അതെ. അല്ല, കീബോർഡ് ചെറുതായി വായിക്കും, ഡ്രോയിങ് ചെയ്യും, അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അല്ല, ചെറുതായിട്ട്. പിന്നെ പാട്ട് ആകെ അറിയാവുന്ന മരണം എത്തുന്ന. അതെപ്പോഴും പാടുന്നു. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.